Right Reverend Dr. Joseph Mar Barnabas, Suffragan Metropolitan, എൻ്റെ ഒരു തിരുവനന്തപുരം നിവാസിയായിട്ട് എൻ്റെ സ്വന്തം ബിഷപ്പായി കാണുന്ന ഡോക്ടർ ജോസഫ് മാർ ബാർണബാസ്, റൈറ്റ് റെവറൻഡ് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, റൈറ്റ് റെവറൻഡ് ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പ, എന്നിട്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത്ര സൗന്ദര്യത്തോട് പ്രസംഗിച്ച നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ പ്രിസൈഡിംഗ് ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, ഇവിടെ നമ്മൾക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞ റെവറൻഡ് ഫിലിപ്പ് മാത്യു, പ്രാർത്ഥിക്കാൻ എത്തിച്ചേർന്ന തോമസ് ജോൺ, റെവറൻഡ് ക്രിസ്റ്റി എം എബ്രഹാം, സദസ്സിരിക്കുന്ന ജനപ്രതിനിധികളെ, പ്രത്യേകിച്ച് മുൻ എം പിമാരായ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പ്രൊഫസർ പി ജെ കുര്യൻ, ശ്രീ ഫ്രാൻസിസ് ജോർജ്, മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് വേദിയിരിക്കുന്ന ജെറി യേശുദാസൻ, ആഷ്ലി ഡാനിയൽ, ഇവിടെ ഇത്ര എണ്ണത്തിൽ എത്തിച്ചേർന്ന് എന്നെ കേൾക്കാനിരിക്കുന്ന എല്ലാ മഹാജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വലിയ സന്തോഷത്തോടെ ഞാൻ നിങ്ങളൊപ്പം എത്തിയിരിക്കുന്നത്. എത്താൻ കുറച്ച് താമസിച്ച തന്നെ നിങ്ങളുടെ ആവേശത്തിന് കാരണമാണ്. ആ ബൈക്ക് റാലി വന്ന ശേഷം പാതയിൽ ഇളകാൻ കുറച്ച് എളുപ്പമായിരുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ഇവിടെ എത്തി, ഞാനും എത്തി. വലിയ സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ നവതി ഒരു വലിയൊരു അവസരമാണ് നിങ്ങളെ ആഘോഷിക്കാൻ. 1933 സ്ഥാപിച്ച മാർത്തോമ യുവജന സഖ്യം ഇന്ന് നിങ്ങളുടെ നവതിയെ ആഘോഷിക്കുന്നു. എനിക്കൊരു സംശയവുമില്ല, നിങ്ങളെല്ലാവരും ഈ സാന്നിധ്യം കാണുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. ഇനി വരാൻ പോകുന്ന 10 വർഷം ഇതുമീതെ ഗ്ലോറിയസ് ആയിട്ട് നിങ്ങളുടെ സെൻറ്റീനറിക്ക് നമ്മൾക്ക് ഇതുമീതെ ഒരു വലിയ ആഘോഷം നടത്താൻ സാധിക്കുമെന്ന്. ഓൾ ദി ബെസ്റ്റ് ടു മാർത്തോമ യുവജന സഖ്യം. എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു പ്രസംഗത്തിനാണ് ഓൺ മൈഗ്രേഷൻ and the challenges and opportunities for our youth. തിരുവേനി പറഞ്ഞ പോലെ the possibilities for our youth. പക്ഷെ അത് ആ സബ്ജക്റ്റിൽ ഇറങ്ങുന്ന മുമ്പ് ഒന്ന് രണ്ട് വേറെ വാക്കുകൾ പറയണം. ഞാൻ രണ്ടാമത്തെ തവണയാണ് മാർത്തോമ നയിക്കുന്ന മാരോമൺ കൺവെൻഷനിൽ എത്തുന്നത്. 2014 ആ കാലത്ത് നമ്മുടെ എല്ലാവരും സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഫിലിപ്പോസ് ക്രിസോസ്റ്റം തിരുമേനി ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് സംസാരിക്കാൻ അദ്ദേഹം എൻ്റെ ഓർമ്മയിലൊരു വീൽ ചെയറിലായിരുന്നു. പക്ഷേ വലിയ രസത്തോടെ ഒരു സംസാരമായിരുന്നു അദ്ദേഹത്തിനൊപ്പം ദീർഘമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഓഫ്കോഴ്സ് അദ്ദേഹം ഒരു വലിയ തിരുമേനിയെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്ക് പള്ളിയിലത്തെ നേതാക്കളെ വേറെ രീതിയിൽ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ തിങ്കിങ്, അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ, ഇതൊക്കെ ശരിക്ക് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് രാഷ്ട്രീയക്കാരനെയും തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാവും, ഒരു സംശയവുമില്ല. സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ അദ്ദേഹം എന്തൊക്കെ ശ്രമം ചെയ്തു. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷൻ്റെ പോർട്ടർമാരുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ റോബ്സിനെ മാറ്റി വെച്ചിട്ട് പോയിട്ട് മിണ്ടാണ്ട് ചില ദിവസങ്ങൾ റെയിൽവേ പോർട്ടറിൻ്റെ ജോലി എടുത്തു. എന്താണ് അവർ അനുഭവിക്കുന്നതെന്നറിയാൻ. എന്നിട്ട് അവർക്ക് വേണ്ടി അദ്ദേഹം എത്ര ഹൃദയം നിറഞ്ഞ കമ്പാഷനോട് സംസാരിച്ചു. തിരുമേനി അപ്പച്ചൻ എന്നാണ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പല വിധത്തിലൊരു ദീർഘ വീക്ഷണമുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് പള്ളിക്കും സാമൂഹ്യത്തിനും. നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ the greatest mistake was to confine Christ to Christianity എന്ന് പറഞ്ഞ അങ്ങനെയായിട്ടൊരു വലിയ മനസ്സോടെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കാണുന്ന ഒരു വലിയ തിരുമേനി നമ്മൾ വിട്ടുപോയത് നമ്മളെല്ലാവർക്കും ദുഃഖം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ദൈവം അദ്ദേഹത്തിന് നമ്മളുടെ ഒപ്പം 103 വർഷം ഇരിക്കാനുള്ള ഒരു ലൈഫ് സെൻറ്റൻസ് കൊടുത്തു. അത് നമ്മളെല്ലാവരും ഒരു ഭാഗ്യമായിട്ടും കാണാം. May we all be inspired and learn from his incredible life.
a life of love, giving and healing. ഇന്ന് ഒരു ചെറിയൊരു ട്രിബ്യൂട്ടും കൂടി ഞാൻ കൊടുക്കട്ടെ ഇപ്പോഴത്തെ നേതൃത്വത്തിന്. ഹിസ് ഹോളിനസ് തിയോഡോസിയസ് മാർത്തോമ തിരുമേനി 22ാമത്തെ മെട്രോപൊളിറ്റനാണ് മാർത്തോമ ചർച്ചിൻ്റെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ the church has not only further risen in terms of its capability, its capacity, പക്ഷേ അദ്ദേഹം തന്നെ നമ്മുടെ സാമൂഹ്യത്തിൻ്റെ എല്ലാ ഭാഗത്തിന് എത്തിക്കാനുള്ള ശ്രമത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. Everyone needs the healing balm of the church, and it is a great honor to be invited to join you for a gathering of a church led by such titans. ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് മാറട്ടെ. ആക്ച്വലി നമ്മൾ അധ്യക്ഷൻ പറഞ്ഞ പല കാര്യത്തെക്കുറിച്ച് എനിക്കൊരു ചെറിയൊരു റിയാക്ഷൻ ചെയ്യാനൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ ടോപ്പിക്കിൽ മാറും. ഒരു കോമെൻറ്റ് മാത്രം പറയാം. താങ്കൾ എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ആക്ച്വലി ഇന്ന് ഭയങ്കര ഗിൽറ്റിലിരിക്കുകയാണ് തിരുമേനി. കാരണം ഇന്ന് നമ്മളുടെ ഹിന്ദു മതത്തിൽ മഹാശിവരാത്രി ദിനമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയെക്കുറിച്ച് ചിന്തിക്കാനൊരു ദിനമാണ്. കാരണം ഞാൻ തന്നെ ജനിച്ചത് മഹാശിവരാത്രി ദിനത്തിലാണ്. കുറേ വർഷങ്ങൾ മുമ്പ് ബോംബെയിലും കൽക്കട്ടയിലൊക്കെ വളർന്നിട്ട് ഞങ്ങൾ ആഘോഷിച്ചത് കലണ്ടർ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ മനസ്സിൽ മഹാശിവരാത്രിയാണ് പ്രധാനപ്പെട്ട ദിനം അമ്മയുടെ മകൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് അമ്മ ഇന്നാണ് ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ അമ്മയോടൊപ്പം അല്ല. അമ്മ എൻ്റെ വീട്ടിൽ ഡൽഹിയിലും ഞാൻ നിങ്ങളുടെ ഇടയുമാണ്. പക്ഷേ തിരുമേനിയുടെ നല്ല വാക്കോടെ എനിക്ക് അമ്മയെ ചിന്തിക്കാനൊരു അവസരം തന്നു. താങ്ക് യു വെരി മച്ച് തിരുമേനി. ഐ എം തിങ്കിങ് അബൌട്ട് ഹർ ആൻഡ് ഐ വിൽ ടെൽ ഹർ. താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ട്. ശരി, ഇനി നമ്മൾ ഈ വിഷയത്തിലൊന്ന് മാറി നിൽക്കാം. എന്താണ് നമ്മളുടെ ഈ മൈഗ്രേഷൻ്റെ കാരണങ്ങൾ? നമ്മളെല്ലാവർക്കും അറിയാം മൈഗ്രേഷൻ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ചില നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. പക്ഷേ അത് പറയുന്ന മുമ്പ് ഒരു കാര്യം നമ്മൾക്ക് അതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് കുറേ വർഷങ്ങളായിട്ട് കേരളക്കാർ ഈ സംസ്ഥാനം വിട്ടിട്ട് ഇന്ത്യയിലത്തെ വേറെ ഭാഗത്തിലോ അല്ലെങ്കിൽ വിദേശത്തിൽ പോകുന്നത്. ഒബ്വിയസ്ലി അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ഈ സംസ്ഥാനത്തിൽ. ഇന്ത്യയിലത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ഇപ്പോഴേ ഒരു റെക്കോർഡ് ലെവലാണ് ഇന്ത്യ മൊത്തം. പക്ഷേ അതിൽ കേരളത്തിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇന്ത്യയുടെ റെക്കോർഡ് റേറ്റ്സിൻ്റെ 2 ഇരട്ടിയാണ്. നമ്മൾ 2021 സ്റ്റേറ്റ് എക്കണോമിക് റിവ്യൂ നോക്കുകയാണെങ്കിൽ ദി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ കേരള അമംഗ്സ്റ്റ് യൂത്ത് ഈസ് ദ ഹയസ്റ്റ് ഇൻ ദ കൺട്രി ആഫ്റ്റർ കശ്മീർ. കശ്മീരിൽ ഇപ്പോൾ കൂടി മിലിറ്റൻസിയും സ്ട്രെസ്സും വലിയ പ്രശ്നങ്ങളായ കാരണം അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. കേരളത്തിലൊരു മിലിറ്റൻസി ഇല്ല, ഒരു യുദ്ധമില്ല, ഒന്നും സംഭവിക്കുന്നില്ല, അയൽവാസികൾ നമ്മളെ ആക്രമണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും കൂടി കേരളത്തിൽ തൊഴിലില്ലായ്മ കശ്മീരിനെ പോലെയാണ്. നമ്മൾ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് മാത്രം നോക്കുകയാണ്. 25 വയസ്സിനേക്കാൾ താഴെയുള്ള യുവാക്കളുടെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ എത്രയാണെന്ന് നോക്കിയാൽ കേരളത്തിൽ 40.5%. അപ്പോൾ വിചാരിച്ചോളൂ, ഒരു 19 മുതൽ 25 വയസ്സായ ഒരു ചെറുപ്പക്കാരനോ കാര്യമോ കേരളത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് 40% ചാൻസ് ഉണ്ട് തൊഴിൽ തിരഞ്ഞാൽ കിട്ടില്ല. അതാണ് നമ്മുടെ യാഥാർത്ഥ്യം. അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയാൻ സാധിക്കുമോ ഈ സംസ്ഥാനം വിട്ടിട്ട് പോകുമ്പോൾ? നമ്മളുടെ വേറൊരു യാഥാർത്ഥ്യവും നമുക്കറിയണം. ഭാരതം മുഴുവൻ ഈ തൊഴിലില്ലായ്മ ഉള്ളത് ഭൂരിപക്ഷം പാവപ്പെട്ടവരും പഠിപ്പില്ലാത്തവരും ചിലപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്തവർ, ഇല്ലിറ്ററേറ്റ്, സാക്ഷരത ഇല്ലാത്തവരുടെ ഒരു അനുഭവമാണ് തൊഴിലില്ലായ്മ. പക്ഷെ കേരളത്തിൽ അതല്ലല്ലോ. കേരളത്തിൽ എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയും, എല്ലാവർക്കും സാക്ഷരതയുണ്ട്, പലവരും നല്ലോണം പഠിച്ചിട്ടും കൂടിയുണ്ട്. എന്നിട്ടും അവർക്ക് തൊഴിലില്ല. നമ്മളുടെ അൺഎംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട്, നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അല്ലേ അതിൻ്റെ പേര്, അതിൽ പോയിട്ട് ആരൊക്കെയാണ് സൈൻ ചെയ്തിരിക്കണമെന്ന് കണ്ടാൽ നിങ്ങൾ ഷോക്ക്ഡ് ആവും. കാരണം നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഫിഗേഴ്സ് ഭൂരിപക്ഷം എഡ്യൂക്കേറ്റഡ് ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സുമാണ് തൊഴിലില്ലാതെ ഇരിക്കുന്നത്. 3.5 ലക്ഷം പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ജോബ് സീക്കേഴ്സ് ആർ രജിസ്റ്റേർഡ് ഇൻ കേരളാസ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്. ഞാൻ 2020 ഫിഗേഴ്സാണ് തരുന്നത്. ഒരു പക്ഷേ അതിനെക്കാട്ടും മോശമായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് 71% ഈ 3.5 ലക്ഷത്തിലത്തെ
ITIൻ്റെ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സാണ്. ITI നിങ്ങൾക്ക് അറിയാമല്ലോ, സ്കിൽ ഡെവലപ്മെൻറ്റ് കുറേ കേട്ടിട്ടുണ്ടാവും. ട്രെയിനിങ് കൊടുക്കുന്നത്, എന്നിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് ഡിപ്ലോമ കൊടുക്കുന്നവരാണ്. അവർക്ക് ഒന്നുമില്ല, തൊഴിലില്ല. 70% അൺഎംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് പോയി പേര് കൊടുത്തിരിക്കുന്നത്. 9,000 മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്, MBBSും ആയുഷും പഠിച്ച മെഡിക്കൽ ഡോക്ടേഴ്സ് അൺഎംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ അവർ പേര് കൊടുത്തിട്ടുണ്ട്. 6,000 MBAs പറഞ്ഞാൽ വെറും സാധാരണ BCom ചെയ്തിട്ട് ജോലി എടുക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കേണ്ട. MBA പഠിച്ചിട്ട്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് അവരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ അവർ പേര് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം. എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ സ്ഥിതി അതുമീതെ മോശം. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് നയിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ്. പ്രൊഫഷണൽസ് നമ്മൾ പ്രവർത്തിക്കാൻ അവരൊരു സർവേ നടത്തി കേരളത്തിൻ്റെ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനൊപ്പം. അവർ കണ്ടുപിടിച്ചു 66% എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് അവരുടെ മറുപടിയിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ജോലിയിൽ എൻജിനീയറിംഗ് ഡിഗ്രീൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പഠിച്ചത് മാർക്കറ്റ് പ്ലേസിൽ ആവശ്യമില്ലായിരിക്കും, അത് റെലവൻ്റ് അല്ല, അവർക്ക് ജോലി കിട്ടാൻ എളുപ്പമല്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിവുള്ള ജോലികൾ ഇല്ല നമ്മുടെ സംസ്ഥാനത്തിൽ. പിന്നെ അവരെ പഠിപ്പിച്ചിട്ടും വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക അച്ഛനമ്മമാരോട്. ഇതൊക്കെയാണ് ബുദ്ധിമുട്ട്. നമ്മൾക്കറിയാം, പലവരും ശ്രമമെടുക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയവേദിയൊന്നല്ല, ഞാൻ പറയട്ടെ, നമ്മുടെ സംസ്ഥാന സർക്കാരും കൂടി കഴിഞ്ഞ 5 വർഷത്തിൽ 100,000 ജനങ്ങൾക്ക് വേണ്ടി തൊഴിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 100,000 5 വർഷത്തിലെന്ന് പറഞ്ഞാൽ 20,000 തൊഴിലാണ് ഒരു വർഷത്തിൽ. നമ്മൾക്ക് ഒരു വർഷത്തിൽ 100,000 കൂടുതൽ വിദ്യാർത്ഥികൾ കോളേജുകൾ ചേരുന്നുണ്ട്. 28,000 കുട്ടികൾ എൻജിനീയറിംഗ് കോളേജസിൽ ചേരുന്നുണ്ട്. ഇത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ് പറയുന്നത്. അവരെല്ലാവർക്കും തൊഴിലുണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതിൽ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇതുകൊണ്ടാണ് മൈഗ്രേഷൻ ഇന്നൊരു ഇത്ര വലിയൊരു വിഷയമായി മാറി വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ വിദ്യാർത്ഥികൾ പാസ് ചെയ്ത ഉടനെ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾക്ക് പോകാൻ ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ സാധിച്ചാൽ വിദേശത്തിലും പോകാൻ കൂടി ശ്രമിക്കുന്നു. ഞാൻ കുറേ വർഷങ്ങളായിട്ട് പല വേദിയിലും, യുവവേദിയിലും, യൂത്ത് ഫോറംസിലും, കോളേജ് കോൺവൊക്കേഷൻസിലും, അങ്ങനെ പല അവസരങ്ങളിൽ ചെറുപ്പക്കാരോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്, അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നു, അവർ പാസ് ഔട്ട് ചെയ്ത ഉടനെ അവരുടെ ആഗ്രഹമാണ് വിദേശത്ത് പോകാൻ. പോയാൽ ഒരാൾ പറഞ്ഞു, ഞാൻ തിരിച്ചു വരാൻ പോകുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പറയണേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ തിരിച്ചു വരാൻ ആഗ്രഹമില്ലാത്തത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഇതുപോലെ പലരും ഒരേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ തട്ടി. അദ്ദേഹം പറഞ്ഞു, എന്താ എനിക്ക് ഉള്ളത് ഈ സംസ്ഥാനത്തിൽ? കേരളം ഒരു ഓൾഡ് ഏജ് ഹോം അല്ലേ? അതൊരു യുവാവ് പറയുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നി. ഒന്നാം കാര്യം, ഞാനും ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ കാൻഡിഡേറ്റായി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സംസ്ഥാനം ഇത്ര സൂട്ടബിൾ സ്ഥലമാണെങ്കിൽ നല്ല തന്നെ ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് ആലോചിക്കാം. പക്ഷേ നമ്മൾക്കറിയാം, ഈ സംസ്ഥാനത്തിന് പഴക്കണമെന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർക്ക് നമ്മൾ യൂസ്ഫുൾ ഓക്യുപ്പേഷൻ കൊടുക്കണം. അവർക്ക് ജോലി എടുക്കാനും ജീവിക്കാനും ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ സംസ്ഥാനത്തിൽ ഒരു ഭാവി കണ്ടുപിടിക്കുക? പക്ഷേ ഞാൻ നോക്കുന്നു, കേരളത്തിൻ്റെ വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുന്ന ഫിഗേഴ്സ് മാത്രം. 2016 18,200, 2017 22,000, 18 26,500, 19 30,000. ഒരു സ്റ്റഡി അപ്വേർഡ് കർവാണ്. 21 22 കോവിഡ് സമയത്ത് ഒരു പക്ഷേ ആക്യുറേറ്റ് ഫിഗേഴ്സ് വെച്ചിട്ടുണ്ടാവില്ല, ഞാൻ എന്തായാലും ഫിഗേഴ്സ് കണ്ടിട്ടില്ല. പക്ഷേ എസ്റ്റിമേറ്റ്സ് പറയുന്നു, കേരളത്തിൻ്റെ കുട്ടികൾ ആവറേജ് 1,00,000 എല്ലാ വർഷവും ഈ സംസ്ഥാനത്ത് വിട്ടിട്ട് പോകുന്നു. നമ്മുടെ പത്രം മലയാള മനോരമ ഒരു സർവേ നടത്തി. അവർ പലവരോടും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സംസ്ഥാനം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? 33.5% മറുപടി പറഞ്ഞു, കേരളത്തിൽ തൊഴിലില്ല,
suitable jobs are not available in Kerala എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? 29.5%. അപ്പോൾ 29.5% പറഞ്ഞു വിദേശത്തിൽ നമ്മളിങ്ങാട്ട് ഹയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റി കിട്ടും. 12.6% പറഞ്ഞു പുവർ പേ ഇൻ കേരള, ശമ്പളം പോരാ ഇവിടെ. ചിലർ പറഞ്ഞു സാമൂഹ്യ സോഷ്യൽ ആൻഡ് എക്കണോമിക് സിറ്റുവേഷൻ വലിയ ഗുണമില്ല കേരളത്തിൽ, അത് 6.5%. 4.5% പറഞ്ഞു ഞങ്ങൾ വിദേശത്തിൽ പോയാൽ ഞങ്ങളുടെ സോഷ്യൽ സ്റ്റേറ്റസ് കേരളത്തിൽ കൂടും, ഞങ്ങളുടെ കുടുംബക്കാരുടെ വില കൂടും ഈ സംസ്ഥാനത്ത് ഞങ്ങൾ വിദേശത്ത് പോയി പഠിച്ചാലാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇത് വിദേശത്ത് പോകുന്ന കുട്ടികൾ മാത്രമാണ്. പക്ഷെ വേറെ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാൻ പോയവരും കൂട്ടിയാൽ നമുക്ക് ഒരു ഭയങ്കര ഒരു ബ്രെയിൻ ഡ്രെയിൻ നടക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ തെളിവിന് വലിയ ദൂരമായി നമുക്ക് തരാൻ ആവശ്യമില്ല. ഞാൻ ഒരു ഫിഗർ ഇന്ത്യയിലെ എല്ലാവരുടെയും പ്രസംഗിക്കാൻ പറയാൻ ഇഷ്ടപ്പെടുന്നൊരു ഫിഗർ എന്താണ്? 50.1% ഇന്ത്യക്കാർ 25 വയസ്സിനേക്കാൾ താഴെയാണ്. ഞങ്ങൾ യുവാവിനോട് പറയും, ദിസ് ഈസ് ഓൾറെഡി യുവർ കൺട്രി, യു ആർ ദ മെജോറിറ്റി, പീപ്പിൾ ലൈക്ക് മീ ആർ എ മൈനോറിറ്റി ഇൻ ദിസ് കൺട്രി. പക്ഷേ കേരളത്തിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം കേരളത്തിൽ ആ ഒരേ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 25 വയസ്സിനേക്കാൾ താഴെയുള്ള കുട്ടികൾ എത്രയാണ് സംസ്ഥാനത്തിൽ അറിയോ? 23% മാത്രം. കാരണം ഇന്ത്യൻ ആവറേജിൻ്റെ പകുതി. അപ്പോൾ യുവാവിൽ ഇല്ലാത്തൊരു സംസ്ഥാനത്തിലാണ് യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ഇരട്ടി. അപ്പോൾ ഇന്ത്യൻ ആവറേജ് ഫിഗേഴ്സ് നോക്കുമ്പോൾ we have half the youth as a percentage of the whole of India and we have doubled the unemployment. That is the condition we find ourselves in. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഇതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്ര വലിയ ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ ഈ സെമിനാറിൽ നിൽക്കുന്നത്. വേറെ കോംപ്ലിക്കേഷൻസും വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷെ അറിയാം, ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, പണ്ടുകാലം മുതൽക്കേ തൊഴിൽ തിരഞ്ഞിട്ട് മലയാളികൾ പോയിട്ടുണ്ട്. ഒരു കാലത്ത് ഒരു ജോക്കായിരുന്നു, പിന്നെ മലയാളികൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ടൈപ്പിംഗ് സ്റ്റെനോഗ്രഫി പഠിച്ചിട്ട് ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും ഡൽഹിയിലും ഒക്കെ പോയി അവർ ടൈപ്പിംഗ് ജോലി ആരംഭിച്ചിട്ട് പിന്നെ വലിയ ആൾക്കാരാവും. അതാണ് മലയാളികളുടെ രീതി. ആരോ ഒരു ജോക്ക് അടിച്ചു, റെമിങ്ടൺ, അതൊരു ടൈപ്പ് റൈറ്റർ ബ്രാൻഡായിരുന്നു ഒരു കാലത്ത്. റെമിങ്ടൺ ഇസ് ദ നെയിം ഓഫ് എ മലയാളി സബ് കാസ്റ്റ്. എവിടെ കല്ലെറിഞ്ഞാലും ഒരു മലയാളി സെക്രട്ടറിയുടെ തലയിൽ വീഴും ഡൽഹിയിലെന്നായിരുന്നു കഥ. പക്ഷേ അത് വിദേശത്ത് ഒരു ട്വിസ്റ്റ് വന്നത് ഗൾഫിൻ്റെ ഓയിൽ ബൂം വന്ന ശേഷം പലരും ഗൾഫ് രാജ്യങ്ങൾക്ക് പോകാൻ പുറപ്പെട്ടു. അവിടെ അവർ പോവും, പ്രവർത്തിക്കും. പക്ഷെ അവിടെ താമസിക്കാൻ, പെർമനൻ്റായി താമസിക്കാനോ സിറ്റിസൺഷിപ്പ് എടുക്കാനോ അവകാശം ആർക്കും കൊടുക്കില്ല. അവർ സേവനം ചെയ്ത് അവർ ജോലി വിട്ട് റിട്ടയർ ചെയ്തിട്ട് തിരിച്ചു വരും. അതിൻ്റെ മുമ്പ് എല്ലാ മാസവും അവരുടെ വീട്ടുകാർക്ക് കേരളത്തിൽ കാശ് അയച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മളുടെ റെമിറ്റൻസസ് വന്നുകൊണ്ടിരുന്നിട്ട് ഒരു കാലത്തിൽ കേരളത്തിൻ്റെ GDPൻ്റെ 36% വെറും റെമിറ്റൻസസ് ആയിരുന്നു. 36.5% of our GDP of Kerala was in remittances from the Gulf countries, mainly from the Gulf countries. എന്നിട്ട് ഇതെല്ലാം ചെയ്ത ശേഷം അവർ സേവിങ്സും കേരളത്തിൽ തിരിച്ചു വരും, നല്ല വീട് കെട്ടും, സുഖമായിട്ട് ഇവിടെ റിട്ടയർ ചെയ്യും. അതാണ് യാഥാർത്ഥ്യം. അതെല്ലാം മാറാൻ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെ മാറുന്നു? ഒരു കാര്യം നമ്മൾക്കറിയാം, അവിടെ താമസിക്കുന്ന മലയാളികൾക്ക് കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ ഗൾഫ് രാജ്യത്ത് പഠിച്ച് വളർന്ന ശേഷം ഭൂരിപക്ഷം ഇന്ത്യക്കല്ല തിരിച്ചു വരുന്നത്. അവർ കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക ഒക്കെ പഠിക്കാൻ പോവും ഗൾഫ് വിട്ടിട്ട്. അവിടുത്തെ കോളേജിൽ പോയി പഠിക്കാൻ പോയിട്ട് അവിടെ അവർ ഗ്രാജുവേഷൻ ചെയ്യും, അവിടെ ജോലി തിരയും, അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടും, വീസ കിട്ടും, പെർമനൻറ്റ് റെസിഡൻസ് കിട്ടും, അവസാനത്ത് സിറ്റിസൺഷിപ്പ് കിട്ടും. കിട്ടിയ ശേഷം ഇപ്പോൾ ഒരു പുതിയൊരു പരാതിയാണ്, അവർ അച്ഛനമ്മമാരോടും പറയും, നിങ്ങളെന്തിനാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് എടുത്ത് കേരളത്തിലേക്ക് പോകണം, ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കൂ, നിങ്ങളുടെ പേരക്കുട്ടികളൊക്കെ കളിക്കാം. അപ്പോൾ ഇവരും ഗൾഫ് വിട്ടിട്ട് ഇവിടെ വരുന്ന പകരം അവരുടെ സ്വത്തും അവരുടെ സേവിങ്സും അവരുടെ സാന്നിധ്യവും അവർ ഓസ്ട്രേലിയ, കാനഡ, US കൊണ്ടുപോകണം. ഇതും ഒരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഈ മൈഗ്രേഷൻ്റെ ഫെനോമിനൻ എല്ലാവരെയും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ചെറിയ ഒരു കാവിയാറ്റ് ഇതിൽ പറയാനുള്ളത്, ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന മൈഗ്രേഷൻ്റെ ഒരു മാറ്റം വരാൻ തുടങ്ങി, വലിയൊരു മാറ്റം നമ്മളുടെ കോവിഡ് പാൻഡമിക് സമയത്ത്. അപ്പോൾ കോവിഡ് കാലത്തിൽ പലവരെയും ജോലി നഷ്ടപ്പെട്ടു,
അതിനെ അവർ വീണ്ടും കൊടുത്തില്ല. അപ്പോൾ ആ ഒരു കാലത്തുണ്ടായിരുന്ന 36.3%, അത് പോയിട്ട് ഒരു 5-8 വർഷം മുമ്പ് തന്നെ 25% കേരളത്തിൻ്റെ GDP. ഇപ്പോൾ ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ കാരണം അത് ഭയങ്കരമായി ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 13% മാത്രമേ നമ്മളുടെ GDPയിൽ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം കാശ് നമ്മളുടെ ഗൾഫുകാരെ കേരളത്തിൽ അയക്കുന്ന ചുരുങ്ങി. അതിന് 2 ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, അവിടെ എല്ലാവർക്കും അത്ര ജോലിയില്ല, ജോലിയിൽ അത്ര സേവിങ്സ് ഇല്ല, അവർക്ക് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തത് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? പലവരും കേരളത്തിൽ തിരിച്ചു വരാൻ തുടങ്ങി. നമ്മളുടെ സ്റ്റേറ്റ് ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് കാണുന്നു, ഒരു വർഷം മെയ് 2020 മുതൽ ഏപ്രിൽ 2021 വരെ അതിൻ്റെ ഇടയിൽ 14.3 ലക്ഷം മലയാളികൾ ഗൾഫ് രാജ്യങ്ങൾ വിട്ടിട്ട് കേരളത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. 14. അപ്പോൾ ഈ 2 കാര്യം, ഒന്ന്, അവർ കാശ് അയച്ചുകൊണ്ടിരിക്കുന്നില്ല, 2, അവർ ഇവിടെ വന്നിട്ട് തൊഴിൽ തരയണം. എവിടെ നിന്നാണ് അവർക്ക് തൊഴിൽ കൊടുക്കാൻ പോകണം? അതിനും നമ്മൾക്ക് ഉത്തരമില്ല. ഇതൊക്കെയാണ് ഞാൻ കാണുന്ന വെല്ലുവിളികൾ. മൈഗ്രേഷനെ ഞാൻ കുറ്റം പറയുന്നില്ല. മൈഗ്രേഷൻ എല്ലാ വിധത്തിലും ഒരു വ്യക്തിക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി, നന്നാവാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോകണമെന്ന് തോന്നിയാൽ അത് വലിയൊരു തെറ്റായി ഞാൻ കാണുന്നില്ല. ഒരു നല്ലൊരു ജോലി, നല്ലൊരു പഠിപ്പ് ചെയ്യാൻ, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പോകാൻ, അല്ലെങ്കിൽ വേറെ ഒരു ജോലി എടുക്കാൻ, അതൊക്കെ അവർക്ക് ചെയ്യാം. പക്ഷേ അഥവാ അവർ പോകുന്നത് കേരളത്തിൽ ഒന്നുമില്ല എന്ന് കണ്ടിട്ട് ഒരു സെൻസ് ഓഫ് ഡെസ്പറേഷൻ്റെ കാരണം അവർ പോകണമെന്നുണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് എ സ്റ്റാൻഡിങ് റിപ്രോച്ച് ടു അസ്. നമ്മളുടെ എന്താ കുറവ്, നമ്മൾ എന്താ തെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചോദിക്കണ്ടേ? നമുക്ക് ഒരു ആവശ്യമുള്ളത് ഒരു പ്രിവെൻഷൻ ഓഫ് മൈഗ്രേഷൻ, നോട്ട് ബൈ ഫോഴ്സ്, നോട്ട് ബൈ ലോ. ഒരു നിയമം പാസ്സാക്കി ആർക്കും വിദേശത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ എതിരിക്കും, അത് ചെയ്യരുത്. പക്ഷെ നമ്മൾ വി ഹാവ് ടു മേക്ക് കേരള മോർ അട്രാക്റ്റീവ് സോ പീപ്പിൾ ഡോണ്ട് ഗോ. അത് ഒന്ന്. ആൻഡ് രണ്ടാമത്തത്, അത് ചെയ്തിട്ട് വി മസ്റ്റ് പ്രൊമോട്ട് എ കോൺസെപ്റ്റ് ഓഫ് റീമൈഗ്രേഷൻ. എന്താണ് ഈ റീമൈഗ്രേഷൻ എന്ന് പറയുന്നത്? നമ്മളെല്ലാം 2 വർഷം പ്രാക്ടീസ് ചെയ്ത് ഇവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോയി 10-18 വർഷം അവിടെ ജോലി ചെയ്തു. എന്നിട്ട് ഒരു ഇത്ര വർഷങ്ങൾ ഒരു NRI ഇരുന്നില്ല. ആ കാലത്ത് NRI പറഞ്ഞ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ അനുഭവം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഭാരതത്തിൻ്റെ സ്വതന്ത്ര സമരത്തിന് നേതൃത്വം കൊടുത്തത്. ജവഹർലാൽ നെഹ്റു വിദേശത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നിങ്ങളുടെ രാഷ്ട്രീയം പറയാത്തൊരു സ്ഥലമായ കാരണം ഞാൻ വേറെ പാർട്ടികളുടെ ആൾക്കാരെ പറയാം. ജയപ്രകാശ് നാരായൺ, അദ്ദേഹം അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റാം മനോഹർ ലോഹ്യ, അദ്ദേഹം ജർമ്മനിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ പാർട്ടിയിലത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ സ്വതന്ത്ര സമരത്തിൻ്റെ ജനറേഷൻ, ആ തലമുറയിലത്തേവർ വിദേശത്ത് പഠിച്ചിട്ട് എല്ലാവരും ചിന്തിക്കാതെ എന്നെ തിരിച്ചു വന്നു. കാരണം അവർക്കൊരു മിഷൻ അവരുടെ മനസ്സിലുണ്ടായിരുന്നു, ഒരു കോസ് ഉണ്ടായിരുന്നു. നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ സംഘർഷിക്കണം. അപ്പോൾ നമ്മൾ വിദേശത്ത് പഠിച്ചതൊക്കെ നമ്മൾ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. തിരുമേനി എന്നെ 2-3 പ്രാവശ്യം ഒരു വിശ്വ പൗരൻ വിളിച്ചു. തിരുമേനി, യു ആർ വെരി കൈൻഡ്. എനിക്കറിയാതെ നല്ല സ്നേഹത്തോടെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ശരിക്ക് ഒരു ഭാരതീയ പൗരൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഇംഗ്ലണ്ടിൽ ജനിച്ചാലും ഐക്യരാജ്യസഭയിൽ പ്രവർത്തിച്ചാലും ലോകം മുഴുവൻ താമസിച്ചാലും ഞാൻ ഒരിക്കലും വേറെ ഏതൊരു പാസ്പോർട്ടും എടുത്തിട്ടില്ല. എൻ്റെ മനസ്സിൽ ഞാനെപ്പോഴും പറയും, ഞാൻ കണ്ണാടി കാണുമ്പോൾ whenever I look in the mirror I see an Indian. അപ്പം അങ്ങനെയായിട്ട് ഞാനും 34 വർഷം വിദേശത്ത് ജീവിച്ച ശേഷം ഞാൻ തിരിച്ചു വന്നു നമ്മുടെ സ്വന്തം നാടിനെയും സ്വന്തം രാജ്യത്തിന് സേവനം ചെയ്യാൻ. അത് ഗ്ലോക്കലായിരിക്കും ഒരു പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ. ഗ്ലോബൽ വിട്ടിട്ട് ലോക്കൽ വരെ എത്താൻ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ശ്രമം നമ്മുടെ നാടിനെ നന്നാക്കാനും നമ്മുടെ ഭാരതത്തെ നന്നാക്കാനാണ്. അപ്പോൾ ഒരു ഭാരതീയ പൗരനായിട്ട് എന്നെ കണ്ടാൽ മതി എന്ന് കൂടി ഞാൻ ചേരട്ടെ. ഇന്ന് ലഞ്ച് സമയത്ത് പ്രൊഫസർ കുര്യൻ എന്നോട് പറയായിരുന്നു, നിങ്ങളൊരു കാര്യം അറിയണം, മാർത്തോമ പള്ളി we want to improve people's spirituality, not just their religion. We want to make people more spiritual, not just more religious. അപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം തോന്നിയ ഒരു ചെറിയൊരു ബിബ്ലിക്കൽ കഥ കൂട്ടിയ ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ. നിങ്ങൾക്കറിയാമല്ലോ, ലൂക്കിൻ്റെ ചാപ്റ്റർ 15 വേഴ്സസ് 11 to 32. അതിൽ നിങ്ങളെല്ലാവർക്കും ഈ കഥ അറിയാൻ ഞാൻ ദീർഘമായി പറയുന്നില്ല. ചുരുങ്ങിയ വാക്കിൽ
അച്ഛന് 2 മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ ഭാഗം എപ്പോഴും എനിക്ക് തരൂ, ഞാൻ ആ കാശിനെ എടുത്തിട്ട് വിദേശത്തേക്ക് പോകുന്നു. അദ്ദേഹം വിദേശത്ത് പോയി. എന്നിട്ട് അച്ഛൻ തന്ന കാശൊക്കെ ചിലവാക്കി പൊളിഞ്ഞു, വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് തന്നെ വലിയ ദാരിദ്ര്യമായിരുന്നു ലോകത്തിൽ. അദ്ദേഹം പോയ രാജ്യത്തിൽ ഭക്ഷണം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കഴിക്കാൻ. വല്ലാത്ത കഷ്ടപ്പെട്ട് കർഷക തൊഴിലാളിയുടെ വർക്കൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം പട്ടിണി കിടന്നിട്ട് ദാരിദ്ര്യം അനുഭവിച്ചിട്ട് ഒരു ദിവസം അദ്ദേഹം മനസ്സിലാക്കി, എൻ്റെ അച്ഛൻ്റെ സെർവൻസും കൂടി അവർക്ക് നല്ലപോലെ ആഹാരം കഴിക്കാൻ എല്ലാം ഉണ്ട്, എനിക്കൊന്നുമില്ല. അപ്പം ഞാൻ തിരിച്ചു പോയിട്ട് അച്ഛൻ്റെ നിന്ന് ക്ഷമ ചോദിക്കട്ടെ. പക്ഷെ അച്ഛനെ ദൂരത്ത് കാണുമ്പോഴേക്കും അച്ഛൻ അവനെ കണ്ടിട്ട് അങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞു. അപ്പോൾ അച്ഛൻ, ഇത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു, ഞാൻ ബൈബിൾ ഇംഗ്ലീഷിലേ വായിച്ചിട്ടുള്ളൂ. The son said, "Father, I have sinned against heaven and in thy sight, and I am no more worthy to be called thy son." പക്ഷേ അച്ഛൻ എന്ത് ചെയ്ത്? He ordered his servants to fetch his best robe, put it on his son, put a ring on his hand and shoes on his son's feet, and ordered them to prepare a fatted calf for their meal to celebrate the return of the prodigal son. For this my son was dead and is alive again. He was lost and is found. ലൂക്ക് 15:24. ഈ കഥയിൽ പല ലെസൺസ് ഉണ്ട്. ഞാൻ എല്ലാം പറയുന്നില്ല, ഇതൊരു സൺഡേ സെർമൺ അല്ല, എനിക്ക് ചെയ്യാൻ അവകാശവുമില്ല. പക്ഷേ ഞാനും ആഗ്രഹിക്കും, നമ്മൾ ഈ പ്രോഡിഗൽ മലയാളീസിനെ നമ്മളൊന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഇന്നത്തെ ഇന്ത്യയിൽ ഫാറ്റഡ് കാഫ് കൊടുക്കണ്ട, പക്ഷേ വേറെ രീതിയിൽ അവരെ നമ്മളുടെ സൊസൈറ്റിയിൽ അബ്സോർബ് ചെയ്യാൻ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ബുദ്ധിയും കഴിവുമുള്ള മലയാളികൾ ലോകം മുഴുവൻ പോയിട്ടുണ്ട്. ഭൂരിപക്ഷം തിരിച്ചു വരില്ല എന്നും ഉറപ്പമാണ്. പക്ഷേ ചിലവർ നമ്മൾ കണ്ടില്ലേ, ഇന്നാൾ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ടിപ്പോൾ അടുത്ത ആഴ്ച, അടുത്ത ഫ്രൈഡേ കൃത്യമായിട്ട് 1 വർഷമാണ്. ഫസ്റ്റ് ആനിവേഴ്സറി ഓൺ 24th February. യുക്രൈനിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഇന്ത്യ സർക്കാർ ഇന്ത്യക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുമ്പോൾ 20,000 കുട്ടികൾ, അതിലത്തെ എല്ലാം വെച്ച് വലിയ ഗ്രൂപ്പ് മലയാളികളായിരുന്നു, മെഡിക്കൽ സ്റ്റുഡൻസ് ഇൻ യുക്രൈൻ. പാൻഡമിക് സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഗൾഫ് രാജ്യത്ത് നിന്ന് ആൾക്കാർ തിരിച്ചു വരുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് മൈഗ്രേഷൻ ചെയ്യാൻ. നമ്മൾ ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവിടെയും ഒരു ടൈറ്റനിങ് ഉണ്ട്. പാൻഡമിക് സമയത്ത് നമ്മൾ കണ്ടു, യൂറോപ്പിൻ്റെ ഷെങ്കൻ അറേഞ്ച്മെൻറ്റ്സ് ഫോർ എക്സാമ്പിൾ, അവർ ആദ്യം ഉടനെ റിസ്ട്രിക്റ്റ് ചെയ്തത് ആൾക്കാർക്ക് അവർ രാജ്യത്ത് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഒരു xenophobia, ഒരു വിദേശക്കാരെ സംശയം തോന്നാൻ തുടങ്ങി പല രാജ്യങ്ങളിലും. ഈ കാലത്തിൽ നമ്മൾ വെൽക്കം ആവാത്ത രാജ്യങ്ങളിൽ പോയി താമസിക്കണമെന്ന് ചോദിക്കാൻ ഒരു സമയമായി. എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മളുടെ മലയാളി കുട്ടികളെ പ്രോഡിഗൽ സണ്ണിനെ പോലെ പറഞ്ഞയച്ചു. അവർ പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവർക്ക് എല്ലാം, നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ബാങ്ക്സാണ് പലവർക്കും കടം കൊടുത്തിട്ട് അവർ പോയിരിക്കുന്നത്. Indian parents collectively are estimated to spend $5 billion with a B every year just on sending their children abroad for education. $5 billion. അതാണ് നമ്മുടെ രാജ്യത്ത് നഷ്ടം വരുന്നത് ഇപ്പോൾ. പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ വേറൊരു ആലോചന നമ്മുടെ മനസ്സിൽ വരുന്നു. ബൈബിളിൽ നിന്ന്, in the first book of the Corinthians, there is a line, "The eye cannot say to the hand, I do not need you, nor again the head to the feet, I do not need you. Indeed, the parts of the body that seem to be weaker are all the more necessary. If one part suffers, all the parts suffer with it. If one part is honored, all the parts share its joy." നമ്മളുടെ കേരളത്തിൽ that was Corinthians 12, 13, 21, 22. അപ്പോൾ നമ്മൾക്ക് അതുപോലെ, if we can create an honorable opportunity for our youth to come back, can we chart a future for our youth which capitalizes on the strengths of Kerala and transform the poor state of our economy? എങ്ങനെയാണ് നമ്മളൊരു ആശ നിറഞ്ഞ ഒരു പൊളിറ്റിക്സ് ഓഫ് ഹോപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് കൊണ്ടുവരിക? ചെറുപ്പക്കാർക്ക് എന്താണ് കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്? ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് ചിന്തയുണ്ട്. ചില ഐഡിയാസ് ഞാൻ പേഴ്സണലായിട്ട് പറയണത് രാഷ്ട്രീയ വേദിയല്ല, ഞാൻ രാഷ്ട്രീയത്തായിട്ട് പറയല്ല. ഇതൊരു പാർട്ടിയുടെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഒന്നുമല്ല.
വെറും ഒരു വ്യക്തിയായിട്ട്, ലോകം കണ്ടു നടന്നൊരു വ്യക്തിയായിട്ട് എൻ്റെ ചില സജഷൻസാണ്. ഒന്ന്, ഉറപ്പമായിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ചില പ്രവർത്തനം ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയും, നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ഇന്ത്യയിലത്തെ ബെസ്റ്റാണ് എല്ലാ വിധത്തിലും. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിനെക്കാട്ടും ബെറ്റർ ഗവൺമെൻറ് സ്കൂൾസ് എവിടെയും കാണില്ല. സ്കൂൾ എഡ്യൂക്കേഷൻ വലിയ പ്രശ്നമില്ല, കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ സാക്ഷരത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും കാട്ട് കൈയാണ്. അമേരിക്ക ഇപ്പോൾ 93% ഉള്ളൂ, നമുക്ക് 95 or 96 ഉണ്ട് ഇപ്പോൾ. ഒരു പക്ഷേ ഈ അടുത്ത സെൻസസിൽ ആ 96 അതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തോടെ നമ്മൾ ഈ ജയിച്ച സർക്കാർ ആ ഐഡിയ മുന്നോട്ട് കൊണ്ടുപോയി. ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട് ഒക്ടോബറിൽ. അവരുടെ ചില പ്രപ്പോസൽസ് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നുണ്ട്. ഞാൻ അതിന് കാത്തിരിക്കുന്നു സർക്കാർ എന്താ ചെയ്യാൻ പോകണമെന്ന്. പക്ഷേ അത് മാത്രം കണ്ടാൽ പോരാ. നമ്മൾക്ക് എല്ലാ വിധത്തിലും എന്താ ആവശ്യമുള്ളത് നമ്മുടെ യുവാക്കൾക്ക്, അവർ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം വിട്ടിട്ട് വിദേശത്ത് പോയി പഠിക്കുന്നതാണ്, വിച്ച് ഈസ് ഇറെലവൻറ്റ് ടു ആർ കൺട്രി ഹിയർ. ശരിക്ക് ഒന്ന് ഒരു mismatch between what the education system needs or does and what the job system needs and seeks. നമ്മൾക്ക് ഒരു കാര്യം പഠിക്കുന്നു, ജോലി തരുമ്പോൾ ആ എംപ്ലോയേഴ്സ് നമ്മൾ പറയുന്നു നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് വലിയ ഉപയോഗമില്ല. ചില വലിയ കമ്പനികൾ, ഇൻഫോസിസും TCSും ഒക്കെ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ജോലി കൊടുത്ത ശേഷം അവരെ ഒരു വർഷം കൂടി പഠിപ്പിക്കുന്നു. അവർക്ക് ക്യാമ്പസ് പോലെ യൂണിവേഴ്സിറ്റി പോലെ സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഇനിയും പഠിപ്പിക്കാൻ. കാരണം എഡ്യൂക്കേഷണൽ സിസ്റ്റം, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ അവർക്ക് പഠിക്കുന്നത് ഉപയോഗമല്ല ഇൻ ദ റിയൽ വേൾഡ്. തിരുവനന്തപുരത്ത് ഈ 2 സ്ഥാപനത്തിനും വലിയ ക്യാമ്പസ് ഉണ്ട്. ഇൻഫോസിസിനുമുണ്ട്. ഇൻഫോസിസ് മൈസൂരിൽ അതുമീത് വലിയ ക്യാമ്പസാണ്. പക്ഷേ TCSൻ്റെ തിരുവനന്തപുരത്താണ് അവർ മെയിൻ ക്യാമ്പസ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. അപ്പോൾ പഠിച്ച ശേഷം പഠിക്കാൻ ആവശ്യം വരുന്ന ഒരു സ്ഥിതി അത് നമ്മളുടെ ഇന്ത്യയിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്? ചില കാര്യത്തിൽ നമ്മളുടെ കറിക്കുലത്തിനെ നന്നാക്കണം, അതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കാലത്ത് the pace of technological change is going incredibly fast. പുതിയ ഫീൽഡ്സ്, നമ്മൾ ആരും ചിന്തിക്കാതെ, ആരും അറിയാത്ത ഫീൽഡ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് 21ാം നൂറ്റാണ്ടത്തിൽ. റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഇലക്ട്രിക് മൊബിലിറ്റി, റിന്യൂവബിൾ എനർജി ടെക്നോളജി. ഇതെല്ലാം കേരളത്തിൽ പഠിക്കാൻ സാധിക്കുമോ? ഐ എം സോറി ടു സേ ദി ആൻസർ ഇസ് നോ. IIT മദ്രാസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഓൺലൈൻ കോറസ്പോണ്ടൻസ് കോഴ്സ് കൊടുക്കണം, അതിൽ നമ്മൾ എൻറോൾ ചെയ്യുക. പക്ഷേ കേരളത്തിൽ നമുക്കിത് ആ ലെവൽ, ആ ക്വാളിറ്റിയിൽ പഠിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്കറിയണം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ഇന്ന് വന്നിട്ടുണ്ട് മാരമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ. ഓക്സ്ഫോർഡിൽ ദി Oxford Martin School published a report a few years ago. It's called The Future of Skills Employment in 2030. അവരെന്താ പറഞ്ഞത്? 2030 ഉണ്ടാവാൻ പോകുന്ന ജോലികൾ, 2030 കാണുന്ന തൊഴിലവസരങ്ങൾ 30% ഇപ്പോൾ നിലവിലില്ലാത്ത തൊഴിലുകളായിരിക്കും. 30% of the jobs that will be available in 2030 are jobs that do not exist today. So how do you prepare children? How do you prepare young people for a job that doesn't exist? നമ്മളൊക്കെ പറയാം നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി റെലവൻറ്റ് ടു ദ വർക്ക് പ്ലേസ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എന്താ അവരെ പഠിപ്പിക്കുന്നത്? ഞാൻ എപ്പോഴും ടീച്ചർമാരെ കണ്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ ഞാൻ ഒരു ക്ലിയർ സന്ദേശമാണ്, കുട്ടികളെ ഒന്ന്, വിദ്യാർത്ഥികളെ ഒന്ന് എന്താ ചിന്തിക്കേണ്ടതെന്ന് പഠിപ്പിക്കരുത്, എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് പഠിപ്പിക്കൂ. ഡു നോട്ട് ടീച്ച് ദം വാട്ട് ടു തിങ്ക്, ടീച്ച് ദം ഹൗ ടു തിങ്ക്. അതാണ് ഈ 21ാം നൂറ്റാണ്ടത്തിൽ എല്ലാം വെച്ച് അത്യാവശ്യമായ ഒരു കാര്യം. നമ്മളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയതും ബൈഹാർട്ട് ചെയ്തിട്ട്, ടീച്ചറിനെ ലെക്ചറിനെ നോട്ട് എഴുതി ബൈഹാർട്ട് ചെയ്തിട്ട് പരീക്ഷയിൽ റീഗർജിറ്റേറ്റ് ചെയ്യണത് പോരാ, ആ കാലം കഴിഞ്ഞു. ഒന്നാം കാര്യം, ബൈഹാർട്ട് ചെയ്യണത് ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു ഒരു ക്വാളിറ്റിയാണ്. നമുക്ക് ഒരു ഡിന്നർ ടേബിൾ പാർട്ടിയിലൊരു ഷേക്സ്പിയറിൻ്റെ സോണറ്റ് കോട്ട് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അത് ശരി, നിങ്ങൾ ബൈഹാർട്ട് ചെയ്തോളൂ. പക്ഷേ ശരിക്കുള്ള ലോകത്തിൽ നമ്മൾക്ക് 2 ക്ലിക്ക് കൊണ്ട് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ഏത് ഫാക്റ്റും ഏത് ഡേറ്റയും ഏത് കോട്ടും കിട്ടാൻ സാധിക്കും. അപ്പോൾ അതല്ല ഇപ്പോൾ ഈ ലോകത്ത് ആവശ്യമുള്ളത്. ഇപ്പോൾ ആവശ്യമുള്ളത്, ഇറ്റ്സ് നോട്ട് എ വെൽ ഫോംഡ് മൈൻഡ്, നോട്ട് എ വെൽ ഫിൽഡ് മൈൻഡ്, ബട്ട് എ വെൽ ഫോംഡ് മൈൻഡ്. ഒരു നിറഞ്ഞ മനസ്സല്ല ആവശ്യം, ഒരു നല്ല രൂപമുള്ളൊരു മനസ്സാണ് ആവശ്യം. ദാറ്റ് ഇസ് ദി
ദ ചാലഞ്ച് ബിഫോർ അസ്. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരുടെയും വലിയൊരു പരാതി. എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ ചിന്തിക്കാൻ പഠിക്കേണ്ടത്? അങ്ങനെ ഇഫ് യു ടീച്ച് ചിൽഡ്രൻ ഹൗ ടു തിങ്ക്, they will face unfamiliar problems with confidence. They will be able to realize how to accommodate different facts and figures and move forward. അതിൽ നമുക്ക് വലിയ ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസിലും പഠിപ്പിക്കുന്ന രീതിയിലും. അത് ആ വെല്ലുവിളി നേരിടാനും നമ്മൾ കയ്യിൽ പിടിക്കാൻ നമ്മൾക്ക് ആ ധൈര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് അത്യാവശ്യമാണ്. അതിനൊപ്പം തന്നെ അക്കാഡമിയ ഇൻഡസ്ട്രി കൊളാബറേഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അമേരിക്കയിലെ ഉദാഹരണം പറയാം. അമേരിക്കയിൽ ഒരു കമ്പനിക്ക് അഥവാ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അതിനെ റിയാലിറ്റി ആക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ അവർക്കതിന് സ്റ്റാഫ് റിസോഴ്സസ് ഇല്ല. അവരൊരു യൂണിവേഴ്സിറ്റി പോയിട്ട് പറയും, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ ഞങ്ങൾ ഈ ഐഡിയയെ അവർ എക്സ്പെരിമെൻ്റൊക്കെ നടത്തി അവരിതിനെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചിട്ട് ഒരു ഫുള്ളി മാനുഫാക്ചറബിൾ മാർക്കറ്റബിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അവരുടെ ഈ പ്രവർത്തന ചെലവും അവരുടെ സ്കോളർഷിപ്പും എല്ലാം ഞങ്ങൾ തരാം. എന്നിട്ട് അവർ ഈ പ്രോഡക്റ്റിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളതിനെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ റോയൽറ്റി ഒരു വലിയ ശതമാനം യൂണിവേഴ്സിറ്റിക്ക് ഞങ്ങൾ തരാം. അതാണ് അക്കാഡമിയ ഇൻഡസ്ട്രി കൊളാബറേഷൻ എന്ന് പറയുന്നത്. എത്ര നന്നായി നടക്കുന്നുണ്ട്. സിലിക്കൺ വാലിയിൽ പല കാര്യങ്ങൾ അങ്ങനെയാണ് ആരംഭിച്ചത്. നോർത്ത് കരോലൈനയിലത്തെ റാലി ഡറം ട്രയാങ്കിൾ ഉണ്ട്. അവിടെ അങ്ങനെയാണ് 3 നഗരത്തിൽ യൂണിവേഴ്സിറ്റീസുമുണ്ട്, കമ്പനീസുമുണ്ട്. എല്ലാവരും ദേ ആർ ഫീഡിങ് ഓഫ് ഈച്ച് അതർ. യൂണിവേഴ്സിറ്റീസ് കമ്പനീസിൽ സഹായിക്കുന്നു, കമ്പനീസ് യൂണിവേഴ്സിറ്റി സഹായിക്കുന്നു. ഇന്ത്യയിലും കേരളത്തിലും അത് കണ്ടിട്ടേ ഇല്ല. എന്തുകൊണ്ട് നമ്മളത് കൊണ്ടുവന്നുകൂടാ? നമുക്ക് ഇന്ത്യയുടെ 1ാമത്തെ ടെക്നോ പാർക്ക്, ആദ്യം സ്ഥാപിച്ച ടെക്നോ പാർക്ക് കേരളത്തിലാണ്. ഇപ്പോൾ നമ്മൾക്കൊരു ഇൻഫോ പാർക്കും വന്നിട്ടുണ്ട്. നമുക്ക് സ്മാർട്ട് സിറ്റീസ് മിഷൻ, സ്മാർട്ട് മിഷൻ, സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മലയാളികൾക്ക് കഴിവിൻ്റെ ഒരു കുറവുമില്ല എന്ന് എനിക്ക് വലിയൊരു വിശ്വാസമാണ്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ ലെവറേജ് ചെയ്തിട്ടുണ്ട്, അവർക്കൊരു അവസരം കൊടുത്തിട്ടുണ്ടോ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ? അതാണ് ചോദ്യം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചില സ്റ്റുഡൻസിനെ നിന്ന് കേട്ടതാണ്. എനിക്ക് സ്റ്റുഡൻസിൻ്റെ അഭിപ്രായം, വിദ്യാർത്ഥികളുടെ അഭിപ്രായവും അനുഭവങ്ങളും സജഷൻസ് കിട്ടാൻ വലിയ ഇഷ്ടമാണ്. അവരിപ്പോൾ കണ്ടു ചോദിച്ചിട്ട് അവർ പറഞ്ഞതാണ് പലവരും, ഞങ്ങൾക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ കമ്പനീസിനൊപ്പം സമ്പർക്കം ചെയ്ത് ഇൻറ്റേൺഷിപ്സ് ചെയ്യാൻ സാധിക്കുമോ? അവർ ഫുൾ ടൈമായിട്ട് ഇൻറ്റേൺ ആയിട്ട് പോകാൻ സാധിക്കില്ല, കാരണം അവർക്ക് പഠിപ്പുണ്ട്, അവർക്ക് ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ ഈ കാലത്ത് കോവിഡ് പാൻഡമിക് നമ്മളെ പഠിപ്പിച്ചത് വർക്ക് ഫ്രം ഹോമിൻ്റെ പുതിയ രീതിയാണ്. ലാപ്ടോപ്പ് ഉപയോഗിച്ചതുപോലെ ആരുടെ ഒപ്പം സമ്പർക്കം ചെയ്യുക, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ വിചാരിച്ചോളൂ, 3-4 മണിക്കൂർ ഒരു ദിവസം ഒരു കോളേജ് സ്റ്റുഡൻറ്റ് കോളേജ് ക്യാമ്പസ് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു കമ്പനിക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് ഓഫർ ചെയ്താൽ കമ്പനിക്ക് ഭയങ്കര ഗുണം ചെയ്യും. അവർക്ക് ചെറിയൊരു ചിലവിൽ ഒരു സ്റ്റൈപ്പൻഡ് മാത്രം കൊടുത്തിട്ട് അവർക്ക് ഒരു പഠിപ്പും ബുദ്ധിയുമുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ സേവനം കിട്ടും. സ്റ്റുഡൻറ്റിനും അത് ഗുണം ചെയ്യും, വിദ്യാർത്ഥിക്കും ഗുണം ചെയ്യും. കാരണം വിദ്യാർത്ഥിക്ക് ചെറിയൊരു കാശ് കിട്ടും മാത്രമല്ല, അവർക്ക് ആ അനുഭവം കിട്ടും. എന്നിട്ട് അനുഭവം കിട്ടി ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ട് അവർക്ക് വേഗം പഠിക്കാൻ സാധിക്കും. ഈ ജോലി എനിക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ ഈ കമ്പനി എനിക്ക് ഇഷ്ടപ്പെട്ടുവോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടും ബോത്ത് സൈഡ്സ് ലൈക്ക് ഈച്ച് അതർ. ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ജോബ് ഒരു പക്ഷേ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു അത്യാവശ്യമായ ഒരു കണ്ടുപിടുത്തം അവരുടെ ജീവിതത്തിൽ അടുത്ത അവസരത്തിൽ വേറെ വല്ലതും അവർക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ആവശ്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൽ. നമ്മൾക്കറിയണം, നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് ഒരു കാലത്ത് ഭയങ്കര പ്രസിദ്ധമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ മഹാരാജാവ് യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകോർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആയിട്ടുണ്ട്. അതിനെ സ്ഥാപിച്ചപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അറിയില്ലായിരിക്കും, ആരാണ് അവർ ആദ്യം ഇൻവൈറ്റ് ചെയ്തത് വൈസ് ചാൻസലർ ആവാൻ? ആൽബർട്ട് ഐൻസ്റ്റൈനെ. മഹാരാജാവ് ആൽബർട്ട് ഐൻസ്റ്റൈൻ എഴുതിയിട്ട് വരൂ ഞങ്ങളുടെ വൈസ് ചാൻസലർ ആവും, നല്ല ശമ്പളം തരാം. ആ കാലത്ത് എന്തോ 500 രൂപ എന്തായിരുന്നു, വലിയൊരു നല്ല ശമ്പളം തരാ പറഞ്ഞു. പക്ഷേ ഐൻസ്റ്റൈൻ മോഡസ്റ്റി ഡിക്ലൈൻ ചെയ്തു. അത് വലിയൊരു കഥയാണ്, പക്ഷേ സത്യം കൂടിയാണ്. ഇതിൽ ഞാൻ പറയട്ടെ, നമ്മുടെ രാഷ്ട്രീയ ഇൻ്റർഫിയറൻസ് വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമില്ല. വിവാദങ്ങൾ കുറച്ച് ചുരുക്കണം. നമുക്ക് യൂണിവേഴ്സിറ്റി നന്നാക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി അഡ്മിനിസ്ട്രേറ്റേഴ്സും കൊണ്ടുവരണം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പരീക്ഷകൾ സമയത്ത് നടക്കണം, എവാലുവേഷൻസ് ഫെയർ ആയിട്ട് ചെയ്യണം, റിസൾട്ട്സ് നന്നാവണം, ശരിക്കുള്ള റിയൽ വേൾഡിനൊപ്പം ഒരു സമ്പർക്കമുണ്ടാവണം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല നിർത്താൻ പോകുന്നത്, നമ്മൾക്കൊരു ബ്രെയിൻ ഗെയിൻ കൂടി ഉണ്ടാവാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഇനി ദീർഘമായി പറയേണ്ട, കാരണം നമ്മളുടെ സമയം കുറേ ആയി പോയി കഴിഞ്ഞു. പക്ഷേ 1-2 പോയിൻറ്റും കൂടി ചേർത്തിട്ട് ഇതിൽ ഒന്ന്,
ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മളുടെ സംസ്ഥാനത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കണം. ഒന്ന്, ഈ IT മേഖലയെക്കുറിച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞു. പല പുതിയ ഫീൽഡ്സ് നമ്മൾക്ക് ചെയ്യാം. കാരണം കേരളത്തിലൊരു ഗുണം, നമ്മൾക്ക് നല്ല ബ്രെയിൻസ് ഉണ്ട്. കേരളക്കാർ ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും അവർ ബുദ്ധി കൊണ്ടുപോയിട്ടാണ് പഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ അഥവാ 2-3 ടാർഗറ്റ് ഫീൽഡ്സിനെ എടുത്തിട്ട് നമ്മളുടെ സംസ്ഥാനം ഈ ഫീൽഡ്സിൽ സ്പെഷ്യലൈസ് ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ, ബയോടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രിക് മൊബിലിറ്റി, നമ്മളൊരു ഓൾഡ് ഏജ് ഹോം ആണെങ്കിൽ മൊബിലിറ്റിയോട് ഇളകാൻ ഇലക്ട്രിക് വാഹനങ്ങളും ഗോൾഫ് കാർട്ട്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആവശ്യം വരും. അതിന് ആ ഫീൽഡ്, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ്, ആഗ്രോ പ്രോസസ്സിങ്. ഒരു കാലത്ത് നമ്മളൊരു അഗ്രികൾച്ചർ സ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഭക്ഷണമൊക്കെ നമ്മൾ അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ട് അതിൽ നമ്മൾ വീണ്ടും ആയിക്കൂടാ? നമുക്ക് കുറേ നൂറ്റാണ്ടല്ല, കുറേ മിലനിയ UAE രാജ്യങ്ങളോടൊപ്പം നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടി 62.9% നമ്മളുടെ എക്സ്പോർട്ട്സ് UAEക്ക് മാത്രമാണ്. അപ്പോൾ ഒരു സംശയവുമില്ല, നമുക്ക് അങ്ങനെയുള്ള അഗ്രികൾച്ചറൽ എക്സ്പോർട്ട്സ് വി ക്യാൻ ഇംപ്രൂവ്. പക്ഷേ നമ്മളുടെ ഓൺട്രപ്രണർഷിപ്പിന് എന്ത് പറ്റി? മറീൻ പ്രോഡക്ട്സ് ഫോർ എക്സാമ്പിൾ, നമ്മുടെ മറീൻ പ്രോഡക്റ്റ്, നമ്മൾ മീനിനെ പിടിക്കുന്നു, ചിലത് ഇവിടെ വിൽക്കുന്നു, ചിലത് അങ്ങനെ തന്നെ അയക്കുന്നു. പക്ഷേ മറീൻ പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നില്ല, പ്രോസസ്സിങ് നടത്തുന്നില്ല. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, നമ്മൾക്ക് ഇവിടെ നമ്മൾ കേരളത്തിന് എക്സ്പോർട്ട് ചെയ്യേണ്ട ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, പക്ഷേ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഉണ്ടാക്കി അത് മറ്റേ സംസ്ഥാനങ്ങളാണ് ചെയ്യണം, നമ്മൾ ചെയ്യുന്നില്ല. സോ വാല്യൂ അഡിഷൻ എന്നാണ് അതിന് പറയുക. ദൈവം നമ്മൾക്ക് തരുന്നു ഫ്രൂട്ട്സും നട്ട്സും, പക്ഷേ അതിനെ വിൽക്കണം, അതിന് നല്ലൊരു വില കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് സ്പ്രെഡ്സും ജാംസും പിന്നെ ഫ്രൂട്ട് പ്രോഡക്ട്സും നട്ട് പ്രോഡക്ട്സും നട്ട് ചോക്ലേറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതുമീത് ലാഭം കിട്ടും. അതിനൊക്കെ ഒരു എൻകറേജ്മെൻറ്റ് വേണം, സർക്കാരിൻ്റെ വഴിയും വേണം, നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ചെയ്യണം. വല്ലാത്ത നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് റിപ്പോർട്ടിൽ പറഞ്ഞു, കേരളാസ് എക്സ്പോർട്ട്സ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ എ ഫ്യൂ ലോ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഹയർ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഇല്ല നമ്മുടെ സംസ്ഥാനത്തിലെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും കൂടി പറയുന്നുണ്ട്. അതിനെ നമ്മൾക്ക് മാറ്റാൻ സാധിക്കണം. മാനുഫാക്ചറിങ് എല്ലാവർക്കും അറിയാം, ഇവിടെ ആരും വരുന്നില്ല മാനുഫാക്ചർ ചെയ്യാൻ. വ്യവസായികൾക്ക് ധൈര്യമില്ല കേരളത്തിൽ വരാൻ. കേരളത്തിൽ 15 വർഷം, 2004 മുതൽ 2019 വരെ 15 വർഷത്തിൽ ആകെ 2000 ഫാക്ടറി മാത്രമേ സ്ഥാപിച്ചുള്ളൂ. വേറാസ് ഇന്ത്യയിൽ ഒരു വർഷത്തിൽ 1,00,000 പുതിയ ഫാക്ടറികളാണ് സ്ഥാപിക്കുന്നത്. അതുമാത്രമല്ല, തമിഴ്നാട്ടിൽ ഒരു വർഷത്തിൽ 17,784 ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ നമ്മൾ 15 വർഷത്തിൽ 2000 ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ കുറവ്? ഞാനൊരു രാഷ്ട്രീയം പറയുന്നില്ല, പക്ഷേ നമ്മൾ ചില സ്വഭാവങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ പേടിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഈ സംസ്ഥാനത്തിൽ വന്നാൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ, അവർക്ക് സ്ട്രൈക്സും ഒബ്ജെക്ഷൻസും ഹർത്താൽസും ഒക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്നൊരു പേടിയിലാണ് പലരും വരാത്തത്. ഇതിൽ നമ്മൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാം. കാരണം ഈ സ്ട്രൈക്സും ഹർത്താൽസൊക്കെ നടക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. ഞാൻ 14-15 വർഷം മുമ്പ് രാഷ്ട്രീയത്തിൽ വരുമ്പോഴേ ഞാൻ പ്രഖ്യാപിച്ചു, ഞാൻ ഏത് ഹർത്താലും ഒരിക്കലും പിന്തുണ കൊടുക്കില്ല. എൻ്റെ സ്വന്തം പാർട്ടി ഹർത്താൽ വിളിച്ചാലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ എതിരിക്കുമെന്ന് പറഞ്ഞു. അത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഈ 15 വർഷവും ഞാൻ അതിൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും പ്രതിഷേധം ചെയ്യാനുള്ള ജനാധിപത്യ അവകാശമുണ്ട്. നമ്മൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുക, നമ്മൾ പോയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ വെളിയിൽ നിന്നിട്ട് നമ്മൾ കൊടികാറ്റുക, എന്ത് വേണം ചെയ്യാം. പക്ഷേ അന്യനെ ഉപദ്രവിക്കാൻ, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ആസ്പത്രി മുമ്പ് തടുക്കാനോ, ഒരു പരീക്ഷ എഴുതാൻ പോകുന്നൊരു കുട്ടിയുടെ സ്കൂൾ ബസ്സിൻ്റെ കാറ്റയക്കാനോ, അല്ലെങ്കിൽ ഒരു കടക്കാരൻ കട തുറന്നിട്ട് ഒരു ഡെയിലി ലിവിങ്ങിന് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കട അടിച്ചിട്ട് ഫോഴ്സിബിളി അടയ്ക്കണത്, അത് ജനാധിപത്യ വിരുദ്ധമാണ്. അതാർക്കും ചെയ്യാൻ അവകാശം പാടില്ല. നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സംസ്ഥാനത്തിനെ ഒരു ഹർത്താൽ ഫ്രീ സംസ്ഥാനമാക്കണം. ഇന്ത്യയിൽ ആകെ നമ്മളേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്നത്. അതിനെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ജനങ്ങൾ വീണ്ടും ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനുള്ള ധൈര്യം തോന്നും. ഞാൻ പറഞ്ഞതൊക്കെ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമുക്ക് ഒരു കാര്യം കൂടി ചേർത്താനുള്ളത്, നമ്മുടെ
സ്ത്രീകളെ, മഹിളകളെ നമ്മൾ കൂടുതൽ നമ്മളുടെ പ്രവർത്തനത്തിൽ എംപ്ലോയ് ചെയ്യണം. ഒരു അതിശയമായൊരു കാര്യമാണ് ബൈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസിലത്തെ ജോബ് സീക്കേഴ്സ് ലിസ്റ്റിൽ ഫീമെയിൽ രജിസ്ട്രൻസ് ഔട്ട് നമ്പർ മെയിൽ രജിസ്ട്രൻസ്. അപ്പോൾ സ്ത്രീകളാണ് കേരളത്തിൽ തൊഴിൽ തിരയുന്നത്, പക്ഷെ അവർക്ക് തൊഴിൽ അത്ര ഇഷ്ടപോലെ കിട്ടുന്നില്ല. കാരണം നമ്മുടെ വർക്ക് പ്ലേസ് പോളിസീസ് ആർ നോട്ട് ഫീമെയിൽ ഫ്രണ്ട്ലി. അതിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾക്ക് ഒരു സംശയമില്ലാണ്ട് മലയാളി സ്ത്രീകൾക്ക് എളുപ്പത്തിൽ ജോലിയെടുക്കാൻ, അവർക്ക് കുട്ടികളെ നോക്കാൻ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ എല്ലാ വലിയ സ്ഥാപനങ്ങൾക്കും ഒരു ഡേ കെയർ സെൻറ്ററോ ഒരു ക്രഷോ കമ്പനിയിൽ സ്ഥാപിക്കാൻ, ഇതൊന്നും ചെയ്യാനുള്ള പോളിസീസും ഇൻസെൻറ്റീവ്സും നമ്മുടെ സംസ്ഥാനങ്ങളായിരിക്കും കൊടുക്കുന്നില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഈ പ്രസംഗത്തെ ഞാൻ അവസാനിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്പോഴും കാണുന്ന ഈ മാരമൺ കൺവെൻഷനിൽ നമ്മൾ ഹയർ വാല്യൂസിനെ കുറിച്ചാണ് ചിന്തിക്കുന്ന ഒരു സമയമാണ്. വി ഹാവ് ടു തിങ്ക് ഓഫ് വാട്ട് ഈസ് ബെറ്റർ ഫോർ ടുമോറോ. ഞാൻ എപ്പോഴും പറയും, ഞങ്ങളെല്ലാവരും വി ഹവ് ഡൺ അവർ ബെസ്റ്റ്, ഓർ മേ ബി വി ഹവ് നോട്ട് ഡൺ അവർ ബെസ്റ്റ്, ബട്ട് ഇറ്റ്സ് ദ ടൈം ഫോർ യങ് പീപ്പിൾ ടു ബി ഗിവൻ എൻ ഓപ്പർച്യൂണിറ്റി ടു ഡു ദെയർ ബെസ്റ്റ്. ഇന്ത്യയിലത്തെ ഒരു ഡ്യൂബിയസ് വേൾഡ് റെക്കോർഡ് എന്താ അറിയോ? We have the largest gap between the average age of the population and the average age of the cabinet. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളുടെ പോപ്പുലേഷൻ്റെ ആവറേജ് ഏജ് 28ആണ്, നമ്മളുടെ ക്യാബിനറ്റിൻ്റെ ആവറേജ് ഏജ് 63ആണ്. അപ്പോൾ അത്ര വലിയ ഗ്യാപ്പ് വേറെ ഏത് രാജ്യത്തും കാണില്ല. ആ കാലം മാറണം. നമ്മൾ യുവാവിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞാനൊരു പ്രപ്പോസൽ കൊടുത്തു, ആരും സീരിയസ് ആയി എടുത്തില്ല. പക്ഷേ ഞാൻ കുറച്ചൊരു മിസ്റ്റീവിയസ് ആയിട്ട് ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എന്താണ്, ഞങ്ങളൊരു 5 സീറ്റ് 30 വയസ്സിന് താഴെയുള്ള യുവാക്കൾക്ക് നമ്മൾ പാർലമെൻറ്റിൽ റിസർവ് ചെയ്യണം. അതാണ് എൻ്റെ വിശ്വാസം. അവർക്ക് തന്നെ വേണ്ടി സംസാരിക്കട്ടെ. ഞങ്ങളൊക്കെ പ്രായമുള്ളവർ യുവാവിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ആരാ അവകാശം തന്ന്? ഞങ്ങളായിരുന്നു യുവാവ്, പക്ഷേ ആ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ആ 30 വയസ്സിന് താഴെയുള്ളവർ വന്നിട്ട് അവർ സ്വന്തം ആവശ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കട്ടെ. പ്രായമുള്ള പ്രധാനമന്ത്രിയും മന്ത്രിമാരൊക്കെ കേൾക്കട്ടെ എന്താ അവർക്ക് ആവശ്യമുള്ളത്. അത് ഇന്ത്യയിൽ വരാൻ കുറേ കാലം എടുക്കുമായിരിക്കും, പക്ഷെ നമ്മൾ കേരളത്തിൽ അത് ചെയ്തുകൂടെ? അറ്റ്ലീസ്റ്റ് അങ്ങനെ 5 യുവാക്കളെങ്കിലും ഈ സംസ്ഥാനത്ത് ഇരുന്നിട്ട് മൈഗ്രേഷൻ ചെയ്യാതിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. സോ ലെറ്റ് us try and bring that to our thing. പക്ഷെ അവസാനത്തിൽ ഈ പ്രസംഗം കേരളത്തെക്കുറിച്ച് മാത്രമേ ആയിരുന്നുള്ളൂ, ഇന്ത്യയെക്കുറിച്ചായിരുന്നു സംസാരിക്കാൻ അവരാഗ്രഹിച്ചത്. പക്ഷേ ദ ഇഷ്യൂ ഇസ് ടു വാസ്റ്റ്. അതുമാത്രമല്ല, കേരളത്തിൽ അനുഭവിക്കുന്ന മൈഗ്രേഷൻ വിഷയങ്ങൾ ശരിക്കും അൺടിപ്പിക്കലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയെക്കുറിച്ച് കാണുമ്പോൾ. നമ്മളുടെ അനുഭവം ഒരു സ്പെഷ്യൽ പ്രത്യേകതയാണ്. അതിന് നമ്മൾ പരിഹാരം കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധ വെച്ചത്. പക്ഷേ കേരളം എൻ്റെ അഭിപ്രായത്തിൽ പല കാര്യത്തിലും ഇന്ത്യയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തരുന്ന ഒരു സംസ്ഥാനമാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ വള്ളത്തോളിന് 2 വരി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവർക്കും ഒരു പക്ഷേ നല്ലപോലെ അറിയായിരിക്കും. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അത് വള്ളത്തോൾ എഴുതിയ കുറേ 10 മുമ്പ് എഴുതിയ വരികൾ. അതാണ്, ആ സ്പിരിറ്റിലാണ് നമ്മൾ കേരളത്തെ നന്നാക്കിയ ഇന്ത്യയും നന്നാകുന്നൊരു വിശ്വാസത്തിൽ. ഇൻ ദാറ്റ് സ്പിരിറ്റ് ആൻഡ് ഇൻ ദാറ്റ് പ്രൈഡ് ഓഫ് ആർ കളക്റ്റീവ് ഐഡൻറ്റിറ്റി, ലെറ്റ് us all work to transform Kerala for a better future. A better future for the young of Kerala will be a better future for India. അത് മാത്രം പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഇത്ര നേരം എന്നെ ക്ഷമയോട് കേട്ടതിന് വലിയ നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ശശി തരൂർ എം പിയോടുള്ള നന്ദി അറിയിക്കുന്നു. മുൻ എം പി ആയിരിക്കുന്ന ഫ്രാൻസിസ് ജോർജ്, ആൻ്റണി എം പി, രാഷ്ട്രീയ നേതാക്കൾ, തോമസ് എം എൽ എ, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഡയറക്ടർ സിജോ അച്ഛൻ, മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ സംബന്ധിക്കുന്നു. എല്ലാവരോടും നന്ദി സ്നേഹവും യുവനസഖ്യത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ റവറൻഡ് ക്രിസ്റ്റി എം എബ്രഹാം മർത്തോമ യുവനസഖ്യം അസിസ്റ്റന്റ് സെക്രട്ടറി പ്രാർത്ഥിക്കുന്നു. ശേഷം ഉത്തരപോലത്തെ തിരുമേനി ആശീർവാദം. Let's look to the Lord in prayer. Lord God, you are a parent. You are a father and a mother who has led forth us from our times of troubles
and led us this far. Lord God, you are a good shepherd who has guided us in the last 90 years as Sakyam. Lord, we belong to you and to you alone. We have no other allegiance, Lord, but it's to you. Lord, we wish to serve you with all our heart, body, mind, and soul. In all that we do, Lord, let your name be established, let your name be glorified. Through worship, study, witness, and service, Lord, help us, Lord, to serve you, Lord. Master, as the Sakyam enters its 90th year, Lord Jesus, we should take a manifesto this year, a manifesto in Maraman, that, Lord, that we will be yours and yours alone, that we would be the voice of the voiceless, the strength for the weak, that we will be the agents of love and healing. Lord, we thank you for the Madhuma Church. We thank you, Lord, for its witness around the world. We especially thank you, Lord, for all our bishops. Especially this time, we pray for our Metropolitan Tirumeni. We thank you, Lord, for the grace and the mercy that you shower upon him, for the health that you have given him. Master, as your servant enters into a new year tomorrow, Lord, Master, Lord, continue to bless him, guide him, and strengthen him. Lord Jesus, we also pray for our President Tirumeni. We love to hear from him for all his love and for all his corrections that he do. Master, we thank you, Lord, for him. And we thank you, Lord, for his leadership. Lord, this time we pray for our dear General Secretary Achin. We pray for Jerry and for Ashley. We pray for all the managing committee members and all the members of Sakyam. We all pray for all those who have gathered here. Master, as a community of faith, help us, Lord, to grow in your grace and your mercy. Help us to be your witness around the world. All this we ask in the name of our Lord and Savior Jesus Christ. Amen. പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ത്രയേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രിയരെ നമ്മുടെ എല്ലാവരോടും കൂടെ ഞാൻ അധിവസിക്കുന്നതായിട്ടുള്ള ഈ ഭൂമണ്ഡലത്തോടു കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.